അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യക്കാരെ വീണ്ടും അമേരിക്ക തിരിച്ചയക്കുകയാണ്. ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങൾ പുറപ്പെട്ടു. കഴിഞ്ഞ രാത്രി 10 മണിയോടെ അമൃത്സറിലെ വിമാനത്താവളത്തിലായിരിക്കും ഇന്ന് രാത്രി 10 മണിയോടെ ആയിരിക്കും അമൃത്സറിലെ വിമാനത്താവളത്തിൽ ഇന്ത്യൻ പൗരന്മാരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇറങ്ങുക. ഇവിടെ പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇത് യഥാർത്ഥത്തിൽ ഈ ചങ്ങലയൊക്കെ ബന്ധിച്ചിട്ടാണോ ഈ ആൾക്കാരെ നാട് കടത്തുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് എന്തും സംശയിക്കാം. സുഹൃത്തൊക്കെയാണ് ഇന്ത്യ. അതേസമയം അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അന്തിമം എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഒരുപക്ഷെ ലോക പോലീസുകാരൻ സംബന്ധിച്ച ശേഷം ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന മറ്റൊരു രാഷ്ട്രപതി അമേരിക്ക അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എന്തോ വാശി കിട്ടിയതുപോലെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ രീതികൾ നമുക്ക് മനസ്സിലാകുന്നത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും അതുപോലെ ഡൽഹിയിൽ നിന്ന് ഈ നാടുകടത്തലിൻ്റെ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയും തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു, മധു കൊട്ടാരക്കര ആൻഡ് ബൽറാം നെടുങ്ങാടി. മധു, ശരിക്കും ഈ കുടിയേറ്റക്കാരുടെ പ്രശ്നമൊക്കെ തന്നെ നരേന്ദ്രമോദിയുമായി അദ്ദേഹം സംസാരിച്ചു എന്ന രീതിയിലായിരുന്നു പ്രധാനമന്ത്രി പുറത്തു പറഞ്ഞത്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. എന്നാൽ ഈ അമൃത്സറിൽ ഈ കുടിയേറ്റക്കാരെ കൊണ്ട് ഇറക്കുന്നതിലൊക്കെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി വളരെ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ കയറ്റി അയക്കുമ്പോൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അമേരിക്കയിൽ? ഗുഡ് മോർണിംഗ് എസ്കേൻ, ഗുഡ് മോർണിംഗ് ബൽറാം. ഇപ്പം ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും അമേരിക്കയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടില്ല. അനധികൃത ഇന്ത്യക്കാരെ വീണ്ടും അമേരിക്ക തിരിച്ച് അയച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 വിമാനങ്ങളാണ് പുറപ്പെട്ടിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ആയിരിക്കും ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തുക. 119 പേരുമായി എത്തുന്ന വിമാനങ്ങൾ ശനിയാഴ്ച അമൃത്സറിൽ ഇറങ്ങും. പഞ്ചാബ് സ്വദേശികളായ 67 പേര്, അതുപോലെ ഹരിയാനയിൽ നിന്ന് 33 പേരും ഒക്കെ ഈ വിമാനത്തിലുണ്ട്. ഇതിപ്പം 2ാം വട്ടമാണ് ഇങ്ങനെ ഈ അനധികൃത കുടിയേറ്റക്കാരുമായി അമൃത്സറിൽ വിമാനം ഇറങ്ങുന്നത്. നേരത്തെ എസ്കൈൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടയിൽ ഈ അമേരിക്കയുടെ ഈ നീക്കം എന്നത് വളരെ ശ്രദ്ധേയമാണ്. മോദി ട്രംപ് ചർച്ചയ്ക്കിടയിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ മോദി ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥിരീകരിച്ച നിയമവിരുദ്ധരെ ഇന്ത്യ തിരിച്ചെടുക്കുമെന്നാണ്. മറ്റ് രാജ്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കുവാൻ നിയമപരമായ അവകാശമില്ലെന്ന് മോദി തീർത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മോദി തന്നെ പറയുന്നു, ഇവർ ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടാണ് അമേരിക്കയിൽ ഇവരെ എത്തിയത്, ഇവരെ വഴിതെറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യക്കടത്തുകാരുടെ വേരുകളൊക്കെ നശിപ്പിക്കുവാൻ അമേരിക്കയും ഇന്ത്യയും ഒരുമിച്ച് ശ്രമിക്കണമെന്നാണ് മോദി പറഞ്ഞത്. അതേസമയം ഇപ്പോൾ ഈ ശനിയാഴ്ച ഇന്ത്യയിൽ എത്തുന്നത് സൈനിക വിമാനമാണോ അതോ മറ്റ് സാധാരണ വിമാനമാണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അമേരിക്ക ഈ നാട് കടത്തുന്ന ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘത്തെ നേരത്തെ എസ്കേൻ പറഞ്ഞതുപോലെ സൈനിക വിമാനത്തിൽ കൈവിലങ്ങുമൊക്കെ വെച്ച് വലിയ വിഷയമായിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം എസ്കേനെ 800 അനധികൃത കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് അമേരിക്ക തയ്യാറാക്കിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇതിൽ 487 ഇന്ത്യൻ വംശജർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എസ്കേനെ ഈ കൈവിലങ്ങ് വെക്കുന്നതും അതുപോലെ കാലുകൾ വിലങ്ങുകളൊക്കെ വെക്കുന്നത് സംബന്ധിച്ച് ഇവര് ഈ അമേരിക്കയുടെ അതിർത്തി കടക്കുമ്പോൾ ഒരുപക്ഷെ ഈ മനുഷ്യക്കടത്തുകാരെ ഇവരെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ഡ്രഗ്സ് പോലെയൊക്കെ. അതുകൊണ്ട് ഇവരെ പിടിക്കപ്പെടുമ്പോൾ ഇവരുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഈ കൈവിലങ്ങ് വെക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല. എസ്കെ ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അമൃത്സറിലേക്ക് ഈ കുടിയേറ്റക്കാരുമായി വിമാനം, അനധികൃത കുടിയേറ്റക്കാരാണ്, നമ്മൾ കുടിയേറ്റക്കാർക്ക് പ്രശ്നമൊന്നുമില്ല അവിടെ, നിങ്ങൾക്കറിയാമല്ലോ. അനധികൃത കുടിയേറ്റക്കാരുമായി വിമാനം ഇറങ്ങുമ്പോൾ അത് പഞ്ചാബിനോടുള്ള ഒരു അപമാനമായിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പഞ്ചാബിലെ. ബൽറാം നെടുങ്ങാടി കൂടി വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, യഥാർത്ഥത്തിൽ കടുത്ത സുരക്ഷയിലാണ് അവിടെ വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങുക. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ബ്യൂറോയിൽ കിട്ടിയിട്ടുള്ളത്? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ അത് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പഞ്ചാബിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു എന്ന ചോദ്യമാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാൻ ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ കൂടുതൽ പേരുള്ളത് 119 പേരിൽ 67 പേർ പഞ്ചാബ് സ്വദേശികളായതുകൊണ്ട് അമൃത്സറിൽ വിമാനമിറക്കുന്നു എന്ന വിശദീകരണം കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ
അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ വിമാനം എന്തുകൊണ്ട് പഞ്ചാബിൽ ഇറക്കി? അത് നേരത്തെ ഏറ്റവും കൂടുതൽ 33 പേർ വന്നത് ഗുജറാത്തിൽ നിന്നും 33 പേർ വന്നത് ഹരിയാനയിൽ നിന്നുമാണ്. എന്തുകൊണ്ട് അംബാലയിലോ അഹമ്മദാബാദിലോ ആ വിമാനം ഇറക്കിയില്ല എന്നുള്ളതാണ്. ഇത് പഞ്ചാബിനെ അപമാനിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. അതേസമയം ഈ ഇന്ന് മടങ്ങിയെത്തുന്ന ആദ്യ വിമാനത്തിലുള്ള ഇന്ത്യക്കാരെ വിലങ്ങണിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തത തുടരുന്നു. പാർലമെന്റിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ച ഘട്ടത്തിൽ അത് അമേരിക്കയുടെ രീതിയാണ്, നയമാണ് എന്ന വിശദീകരണമാണ് വിദേശകാര്യമന്ത്രി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മടങ്ങിയെത്തുന്ന, ഇന്നും നാളെയും എത്തുന്ന 2 വിമാനങ്ങളിലും എത്തുന്നവരെ വിലങ്ങണിയിക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അതിനിടയിൽ നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിനിടെ ഇത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകളോ ആശയവിനിമയങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അക്കാര്യത്തിൽ മാറ്റമുണ്ടാകുക. ഒപ്പം തന്നെ ഇനി മടങ്ങിയെത്താനുള്ള 2 വിമാനങ്ങളും സൈനിക വിമാനങ്ങൾ തന്നെയാണ്, C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ തന്നെയാണ് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. പഞ്ചാബ് സർക്കാരിനെ, പഞ്ചാബ് പോലീസിനെയും ഇത്തരത്തിലുള്ള വിവരം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പഞ്ചാബ് സർക്കാർ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിമിനൽ പട്ടികയിലുള്ള ആരെങ്കിലും ഈ വിമാനങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി പരിശോധിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സംഘവും അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മടങ്ങിയെത്തുന്നവരെ പൂർണ്ണമായും അവരുടെ രേഖകൾ പരിശോധിച്ച് എങ്ങനെയാണ് അവർ അനധികൃത കുടിയേറ്റക്കാരായി US മണ്ണിൽ എത്തിയത് എന്നതിൻ്റെ രേഖകൾ, അതിലെ ഇടപാടുകാർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും ഇവരെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറക്കുകയും അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, മധു കൊട്ടാരക്കരയും അതുപോലെ ബൽറാം നെടുങ്ങാടിയുമാണ് നമുക്കൊപ്പം ചേർന്നത്.